പാഞ്ചാലി ചോദിക്കണു, ഹേ വൈദർഭ്യച്യുതേ അച്യുതോ ഭദ്രേ ഹേ ജാമ്പവതി കൗസലേ ഹേ സത്യഭാമേ കാളീന്തി ശൈബ്യേ രോഹിണി ലക്ഷ്മണ, ഇങ്ങനെ ഓരോരുത്തരുടെ പ്രധാനപ്പെട്ട 8 ഭാര്യമാരാണ്. അവരുടെ 8 ഭാര്യമാരുടെ പേര് വിളിച്ചു പറയണു. എന്തൊക്കെയാണ് ഉള്ളത് എന്നുവെച്ചാല്, നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളെ ഭഗവാൻ കല്യാണം കഴിച്ചത്, വിവാഹം ചെയ്തത് എന്നുള്ള കഥകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ മുഖത്തുനിന്ന് തന്നെ അതൊന്ന് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന്. വേറൊരു കാര്യമുണ്ട് അത്ര പാഞ്ചാലിക്ക്. പാഞ്ചാലിയുടെ വിചാരമുണ്ട്, ഏറ്റവും ഈ ശസ്ത്രം അഭ്യാസത്തില് കേമൻ തന്റെ ഭർത്താവാണ്, അർജുനനാണ് എന്നൊരു വിചാരമുണ്ട് പാഞ്ചാലിക്ക്. വേറെ ആരുമില്ല, കൃഷ്ണനെയും കൂടി പാഞ്ചാലി താത്തിയിട്ടേ കാണുന്നുള്ളൂ എന്ന് തോന്നും പാഞ്ചാലിയുടെ വാക്ക് കേട്ടാല്. ഭഗവാൻ ഒന്ന് വിചാരിച്ചു അത്രേ, അത് പറ്റില്ലല്ലോ. അപ്പൊ അതൊന്ന് ഈ എല്ലാവരുടെയും മുമ്പില് എങ്ങനെയൊക്കെയാണ് ഞാൻ വിവാഹം ചെയ്തുകൊണ്ട് വന്നേ എന്നുള്ള കാര്യം പറയിച്ചാൽ പാഞ്ചാലിക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കാര്യം സാധിച്ചത് എന്നുള്ളത് പാഞ്ചാലിക്ക് മനസ്സിലാവും. അതുകൊണ്ട് അത് പറയണം എന്നുള്ള ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ് പാഞ്ചാലി ഇത് പറഞ്ഞത്. പാഞ്ചാലിയെ കൊണ്ട് ഇത് ഭഗവാൻ പറയിപ്പിച്ചത് എന്ന് പറയുന്നു. അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം രുക്മിണീ സ്വയംവരം എങ്ങനെയാ ഉണ്ടായേ. അതിപ്പോ വിസ്തരിച്ച് ഇന്നലെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഓരോരുത്തരെയും പ്രത്യേകം പറയുന്നുണ്ട്. ഹേ വൈദർഭ്യച്യുതേ ഭദ്രേ ഹേ ജാമ്പവതി കൗസലേ ഹേ സത്യഭാമേ കാളീന്തി ശൈബ്യേ രോഹിണി ലക്ഷ്മണേ ഹേ കൃഷ്ണപത്ന ഏതെന്നോ ബ്രൂത. എല്ലാവരുടെയും കാര്യം പറയണം എന്ന് പറയുന്നു. രുക്മിണി പറയും, എന്നെ ചൈത്യ മഹാരാജാവിന് കൊടുക്കാനാണ് നിശ്ചയിച്ചത്. എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഞാനൊരു ബ്രാഹ്മണനെ, ഒരു എഴുത്തും കൊടുത്ത ഒരു ബ്രാഹ്മണനെ പറഞ്ഞയച്ചു. ഭഗവാൻ അതുപ്രകാരം വന്ന് ഞാൻ അമ്പലത്തിലേക്ക് പോണ സമയത്ത്, കല്യാണ ദിവസം അമ്പലത്തിലേക്ക് പോണ സമയത്ത് ഭഗവാൻ വന്ന് എന്നെ ഭഗവാന്റെ തേരി കയറ്റി കൊണ്ടുപോയി എന്ന് ചുരുക്കി രുക്മിണി പറഞ്ഞു. അതുപോലെ തന്നെ സത്യഭാമ പറഞ്ഞു, എന്നെ അതെ എന്റെ അച്ഛൻ ആ മണി സത്യഭാമയുടെ ഒരു സമന്തകമണി ഉണ്ടായിരുന്നു സത്രാജിത്തിന്. കുറച്ച് കുഴപ്പങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. സമന്തകമണി ഭഗവാനാണ് അപഹരിച്ചത് സത്രാജിത്ത് പറയും. അതെല്ലാം തെളിയിക്കാനായിട്ട് ഭഗവാന് കാട്ടിപ്പോണ്ടി വന്നിട്ടുണ്ട്. ജാമ്പവാനായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവിടുന്ന് ഭഗവാന് ഒരു സ്ത്രീയെ കിട്ടി. എവിടെ പോയാലും ഭഗവാന് സ്ത്രീകൾ ധാരാളം ഇഷ്ടംപോലെ. അവിടുന്ന് ഒരു സ്ത്രീയെ കിട്ടി. ജാമ്പവതിയെ കൊടുത്തു. ജാമ്പവതിയെ കൊടുത്തു, മണിയും കൊടുത്തു. അങ്ങനെ ജാമ്പവതിയെ കിട്ടി. ഇവിടെ വന്നപ്പോ സത്രാജിത്തിന് ഒരു വല്ലാത്ത വിഷമായി. സത്രാജിത്താണ് പറഞ്ഞു പരത്തിയത്. ഈ മണി സെമന്തകമണി കൃഷ്ണനാണ് എടുത്തത് എന്ന് പറഞ്ഞു പരത്തിയത് സത്രാജിത്ത. ഒടുക്കം അങ്ങനെയല്ല എന്ന് മനസ്സിലായ സത്രാജിത്തിന് വല്ലാത്ത വിഷമായി. ഞാനിങ്ങനെ ഒരു അപവാദം കൃഷ്ണനെ പറ്റി പറഞ്ഞുല്ലോ. അപ്പൊ അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സത്യഭാമയും മണിയും കൂടി ഭഗവാൻ കൊടുത്തു. സത്യഭാമയ്ക്കും മോഹം അത് തന്നെയായിരുന്നു, ഭഗവാനെ വിവാഹം കഴിക്കണം എന്നുള്ള മോഹമായിരുന്നു സത്യഭാമയ്ക്കും. അപ്പോ വേറെ ഒരു ഭഗവാന് ഒരു സ്ത്രീയെ കൂടി കിട്ടി, ജാമ്പവതി. ജാമ്പവാനായിരുന്നു മണി കൊണ്ടുപോയിരുന്നത്. ഗുഹയെ കൊണ്ടുപോയി വച്ചേക്കായിരുന്നു. അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് വേഗം പറയാണ്. കൊണ്ടുപോയി വച്ചേക്കായിരുന്നു. ഒടുക്കം ജാമ്പവാനെ തോൽപ്പിച്ച് ജാമ്പവാനെ മനസ്സിലായി തന്റെ ശ്രീരാമപ്രഭു തന്നെയാണ് ഇപ്പൊ കൃഷ്ണനായിട്ട് വന്നേക്കുന്നത് എന്ന് മനസ്സിലായപ്പോ വേഗം വീണ് നമസ്കരിച്ച് മണിയും കൊടുത്തു. അതുപോലെ തന്നെ ഒരു സ്ത്രീരത്നത്തിനെ കൊടുത്തു, ജാമ്പവതിയും കൊടുത്തു. ഇങ്ങനെ അവനവന്റെ കഥകളെ ഓരോരുത്തർ പറയുന്നു. കാളീന്തി പറയുന്നു, ഞാനും ഭഗവാനെ മോഹിച്ചിരിക്കുന്ന ആളായിരുന്നു, ഭഗവാൻ എന്നെ വന്ന് വിവാഹം കഴിച്ചു, ഇങ്ങനെ പറയുന്നു. അതില് പിന്നെ സത്യ പറയുന്നു, സത്യ വിവാഹം ചെയ്യാൻ എന്താണ് ഒരു കരാറുണ്ടായിരുന്നു. സത്യയുടെ അച്ഛൻ ഒരു കരാറ് വെച്ചിരുന്നു. 7 കാളകള് മതിച്ച് നടക്കണ കാളകളാണ്. അവരെ ഒരാളെ പിടിച്ചു കെട്ടാൻ തന്നെ ആർക്കും പറ്റില്ല. അത്ര അധികം മതിച്ചു നടക്കണ 7 കാളകളെ ഒരേ സമയത്ത് പിടിച്ചു കെട്ടണം. അങ്ങനെയുള്ള ആൾക്ക് എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് സത്യയുടെ അച്ഛൻ പറഞ്ഞിരുന്നു. പല രാജാക്കന്മാര് മോഹിച്ചു വന്നു, ആർക്കും പറ്റിയില്ല. ഒടുക്കം ഭഗവാൻ തന്നെയാണ് ഈ 7 കാളകളെ ഒരുമിച്ച് കെട്ടി സത്യ വിവാഹം ചെയ്തത്. ഭദ്രം ഭഗവാൻ വിവാഹം ചെയ്തു. പിന്നെ ലക്ഷ്മണന്റെ എങ്ങനെയാ വിവാഹം ഉണ്ടായെന്ന് വെച്ചാല്,
ലക്ഷ്മണിക്കും മോഹം ഭഗവാനെ വിവാഹം ചെയ്യണം എന്ന് തന്നെയായിരുന്നു. അത് ഇതിനു മുമ്പിൽ പറഞ്ഞിട്ടില്ല ലക്ഷ്മണയുടെ കഥ. അപ്പൊ അത് നമുക്കൊന്ന് അനുസ്മരിക്കാം. പക്ഷെ ലക്ഷ്മണയുടെ അച്ഛൻ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. ഒരു എന്താ പറയണ്ടേ, ഒരു മത്സ്യത്തിന്റെ ഒരു രൂപം, ഒരു വടി വച്ചിട്ട് അതിന്റെ മുകളില് മത്സ്യത്തിന്റെ ഒരു രൂപം വച്ചിട്ടുണ്ട്. ആ രൂപം കാണില്ല. ചോട്ടില് വെള്ളത്തില് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലെ ഈ മത്സ്യത്തിന്റെ രൂപം കാണുള്ളൂ. അപ്പൊ താഴത്തുള്ള വെള്ളത്തിൽ നോക്കി മുകളിലത്തെ മത്സ്യത്തിനെ അമ്പ ചെയ്ത് ആ മത്സ്യത്തിനെ മുറിച്ച് രണ്ടാക്കണം. താഴത്ത് നോക്കിയിട്ട് വേണം അമ്പ ചെയ്യാൻ, മുകളിലേക്ക് നോക്കാൻ പാടില്ല. അങ്ങനെ കാണൂല, മത്സ്യത്തിനെ കാണൂല, താഴത്തെ ജലത്തിൽ മാത്രമേ കാണുള്ളൂ. ലക്ഷ്മണയുടെ അച്ഛൻ അങ്ങനെയാണ് ഒരു നിയമം കൊണ്ടുവന്നത്. പല രാജാക്കന്മാരും വന്നു, ആർക്കും പറ്റിയില്ല. അർജുനനും കൂടി ശ്രമിച്ചു നോക്കി എന്നാണ് പറയണത്. അർജുനനും ഈ ലക്ഷ്യം മുറിക്കാൻ പറ്റിയില്ല. ഒടുക്കം ഭഗവാൻ തന്നെ വന്ന്, ഭഗവാന്റെ യാതൊരു വിഷമം ഉണ്ടായില്ല, വെള്ളത്തിൽ നോക്കി അമ്പ ചെയ്ത് ആ ലക്ഷ്യം മുറിച്ച് ലക്ഷ്മണനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഭഗവാന്റെ ഭാര്യമാരുടെ കഥ. പിന്നെ നരകാസുരൻ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടിരുന്നു. 20,000 പേരെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടുണ്ട്. അവരെ ഭഗവാൻ നരകാസുരനെ കൊന്ന് അവരെയൊക്കെ മോചിപ്പിച്ച് അവരെയും ഭഗവാൻ തന്റെ ഭാര്യമാരാക്കി സ്വീകരിച്ചു എന്ന് പറയുന്നു. ഇതാണ് ഭഗവാന്റെ ഈ വിവാഹത്തിന്റെ കഥകളാണ് ഇവര് തമ്മില് പറഞ്ഞു തരുന്നത്. ഇതിൽ നിന്നും നമുക്കൊരു കഥ, ഒരു ഇത് പഠിക്കാനുണ്ട്. എന്താ പാഠം പഠിക്കാനുണ്ട്. നമ്മളൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകള് ഒന്നിച്ചു കൂടിയാല് എന്തെങ്കിലും, ഇപ്പൊ നാമജപായാൽ തന്നെ പോലും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും സ്ത്രീകള്. അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്നാ ഭഗവത് കഥകളാണോ? അതൊന്നും ആവില്ല. അമ്പലത്തിൽ പോയി തൊഴാൻ നിൽക്കുമ്പോഴും ആരെങ്കിലും വന്നാ എന്താ വന്നേ, ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, മദ്രാസിലായിരുന്നില്ലേ, എന്നെത്തി ചോദിക്കും. എന്താ അതിന്റെ അർത്ഥം? ഒന്നുമില്ല, കണ്ടാ സംസാരിക്കണം, കുറച്ച് സൈ കണ്ടിട്ട് സംസാരിക്കണു. അങ്ങനെയാണ് സ്ത്രീകളുടെ സ്വതേ എല്ലാവരും. അത് ശരിയല്ല. നമ്മളൊക്കെ സംസാരിക്കാണ്ട് ഭഗവത് കഥകളൊന്നുമില്ല അനുസ്മരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് വേണ്ടത്. ഒരു സദസ്സിൽ പോയാല് വെറുതെ അത് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രഭാഷണം ഉണ്ടാവും, അത് ഒന്നുകൂടെ അത് കേൾക്കുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, അടുത്തുള്ളവരെ ശല്യം ചെയ്യാണ്ട് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുക. അമ്പലത്തിൽ പോയാലും അത് തന്നെയാണ് വേണ്ടത്. വാസ്തവത്തില് അമ്പലത്തിൽ പോയാൽ ഈ പ്രദക്ഷിണം വെച്ച്, എത്ര പ്രദക്ഷിണം വെക്കണേച്ചാൽ പ്രദക്ഷിണം വെച്ച് ആ ഗോപുരത്തിന്റെ പുറത്ത് കിടന്നാലേ മിണ്ടാൻ പാടുള്ളൂ. വെറുതെ അവിടെ ചെന്ന് സംസാരിക്കാനുള്ള സ്ഥലമൊന്നുമല്ല. പുറത്ത് കിടന്നാൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ പലരും അങ്ങനെയല്ല. എല്ലാവരും തന്നെ പറയട്ടെ, അവിടെ ചെല്ലും. ഒരു നാട്ടുവർത്തമാനം അറിയാനുള്ള ഒരു വേദിയായിട്ടാണ് പലരും ഈ അമ്പലം കണക്കാക്കുക. അമ്പലത്തിൽ പോയി വന്നാൽ എന്തെങ്കിലും വർത്താനം ഉണ്ടാവും പറയാൻ. നമുക്ക് നമ്മുടെ വീട്ടിൽ വന്ന ഗൃഹനാഥനോട് അതുണ്ട്, ഇന്നയാൾ ഇന്നിക്ക് പോയേക്കുമായിരുന്നു, ഇതുവരെ വന്നിട്ടില്ല, എനിക്ക് മറ്റേക്കിൽ ഇന്നയാൾ മരിച്ചു, ഇതൊക്കെ അമ്പലത്തിൽ നിന്ന് നിൽക്കുന്ന വർത്തമാനങ്ങളാ. അതൊന്നും പറയാൻ പാടില്ല. അവിടെ ചെന്നാൽ പിന്നെ ഭഗവാന്റെ കഥകള് മാത്രമേ പറയാൻ പാടുള്ളൂ, ഭഗവത് സ്മരിക്കാൻ പാടുള്ളൂ. അന്യോന്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ പിന്നെ വായനയ്ക്ക് പോയിരുന്നാലും കൂടി അതെ, ആർക്കും എവിടെയും എന്ത് സംസാരിക്കാനൊന്നും യാതൊരു മടിയില്ല. ഇതൊക്കെ നമ്മൾ ഇതിന് കണ്ടു പഠിക്കണം. എങ്ങനെയാണ് ഇവര് ഈ ഭഗവാന്റെ ഭാര്യമാര് പെരുമാറിയത്. അതുപോലെ ദ്രൗപദിയാണ് ഇവർക്ക് ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. പറയുമ്പോൾ ദ്രൗപദിക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. തന്റെ ഭർത്താവിനെ പോലെ ആരുമില്ല, വില്ലാളി വീരനായിട്ട് എന്നുള്ള അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇതിനുള്ള ഒരു സന്ദർഭം ഒരുക്കി കൊടുത്തത് ദ്രൗപദിയാണ്. അവരെല്ലാവരും ഭഗവാന്റെ കഥകളെ സ്മരിച്ചുകൊണ്ട് ഉത്സാഹമായിട്ട് അങ്ങനെ ഒരു കൂട്ടം അവിടെ ഇരിക്കണു. ആ സമയത്താണ്, ഒരു 3-4 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ആ സമയത്താണ് ഒരിക്കൽ മുനിമാര് ഭഗവാൻ ഈ സമന്തപഞ്ചകം തീർത്ഥത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മുനിമാര് മഹർഷി അവരെ ഭഗവാനെ കാണാനായിട്ട് വരണു. കുറെ അധികം ആൾക്കാര് ഒന്നിച്ച് കാണാൻ വരണു. ആരൊക്കെയായിരുന്നു എന്ന് പറയാണ്. ദ്വൈവായനൻ, നാരദൻ, ചവനൻ, ദേവലൻ, അസിതൻ, വിശ്വാമിത്രൻ, സദാനന്ദൻ, ഭരദ്വാജൻ, ഗൗതമൻ, രാമൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ ആൾക്കാര് ഒന്നിച്ച് ഭഗവാനെ കാണാൻ വരണു. ഭഗവാനെ കണ്ടൊന്ന് വന്ദിക്കണം, അത്രേ അവരുടെ ഉദ്ദേശമുള്ളൂ. ഭഗവാൻ വഴി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ കണ്ടു വന്ദിക്കാനായിട്ട്
അവിടെ വന്ന് നിന്ന് ഭഗവാൻ എല്ലാവരും അവരും എന്തിക്കുകയില്ല. ഭഗവാൻ അവരെയൊക്കെ വന്നപ്പോഴത്തേക്കും ഭഗവാൻ നമസ്കരിച്ചു. അവരെയൊക്കെ യഥാസ്ഥാനങ്ങളിൽ കൊണ്ടേയിരുത്തി വേണ്ട വിധം. എന്നിട്ട് ആണ് ഭഗവാൻ ചോദിക്കുന്നത്, നമ്മുടെ ഗ്രഹത്തില് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ എന്താ വേണ്ടേ? ആദ്യം തന്നെ അവരെ കൊണ്ടുപോയി സുഖമായിട്ടിരുത്തുക, വല്ല വെള്ളം കുടിക്കാൻ വേണോ എന്നൊക്കെ ചോദിക്കുക. അതുപോലെ തന്നെ ഭഗവാൻ ഈ മഹർഷിമാരെയൊക്കെ കൊണ്ടുപോയി എല്ലാവരെയും വേണ്ട വിധത്തില് സൽക്കരിച്ച് ഇരുത്തിയിട്ട് ഭഗവാൻ അവരോട് ചോദിക്കുകയാണ്, അഹോ വയം ജന്മഭൃതോ ലബ്ധം കാസ്നേന തൽഫലം ദേവാനാമഭി ദുഷ്പ്രാപം യൽ യോഗേശ്വര ദർശനം. ഭഗവാൻ പറയാണ്, ഞങ്ങളുടെ ജന്മം സഫലായി എന്ന് പറയണം. എപ്പോഴാ ജന്മം സഫലാവുക? നിങ്ങളെ പോലെയുള്ള മഹാന്മാരെ കാണുമ്പോൾ, മഹാത്മാക്കളെ കാണുമ്പോൾ, അല്ലാണ്ട് വേറെ കണ്ണിക്കണ്ട ആൾക്കാരെ കാണുമ്പോൾ ഒന്നും നമുക്ക് അങ്ങോട്ടൊന്നും യാതൊരു തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഈ മഹാത്മാക്കളാവുമ്പോ അവർക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടാവും, എന്തെങ്കിലും ഉപദേശം നമുക്ക് തരാനുണ്ടാവും, നമുക്കത് മനസ്സിലാക്കാനും ഉണ്ടാവും. അതുകൊണ്ട് ജന്മം കിട്ടിയതിന്റെ ആ ഗുണം ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. ദേവാനാമഭി ദുഷ്പ്രാപം, ദേവന്മാർക്കും കൂടി കാണാൻ പറ്റാത്ത മഹർഷിമാരാണത്ര ഇവര്. യൽ യോഗേശ്വര ദർശനം, ഇങ്ങനെയുള്ള മഹർഷിമാരെ കാണുക എന്ന് പറഞ്ഞാല് ദേവന്മാർക്കും കൂടി സാധിക്കാത്തതാണ്. ഞങ്ങൾക്ക് ഇത്ര പേരെ ഒന്നിച്ച്, അല്ലെങ്കിൽ പലയിടയ്ക്ക് പോയി കാണണം. ഈ മഹർഷിമാരെല്ലാരും കൂടി ഒന്നിച്ച് ഒതുക്കി താമസിക്കുകയല്ല. ഇവർ ഭഗവാനെ കാണാൻ വേണ്ടി എല്ലാരും കൂടി ഒന്നിച്ച് ആ സമയത്ത് സമന്തപഞ്ചകം തീർത്ഥത്തില് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒന്നിച്ച് കാണാൻ പറ്റിയില്ലേ, ഇത് എന്റെ ഭാഗ്യമായിട്ടാണ്. നോക്കൂ, ഭഗവാൻ പറയണോ നോക്കൂ. അതാണ് ആ ഭഗവാന്റെ താഴ്മയോട് പറയാണ്, അങ്ങേ കാണാൻ പറ്റിയത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് ഭഗവാൻ കാര്യം പറയാണ്, വാസ്തവത്തില് നമ്മളിപ്പോ തീർത്ഥത്തില് സ്നാനം ചെയ്താല് പുണ്യം കിട്ടും. അതിനായിട്ടാണ് ഇപ്പൊ എല്ലാവരും വന്നത്, കിട്ടും. അതുപോലെ അമ്പലത്തില് ഉള്ള വിഗ്രഹങ്ങളുണ്ടല്ലോ, ഒന്നുമില്ല മണ്ണുകൊണ്ടുണ്ടാക്കിയത്, അല്ലെങ്കിൽ ശില കൊണ്ടുണ്ടാക്കിയത്, അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളാവും. അതൊക്കെ അവിടെ പോയി തൊഴുതാല് അതിന്റെ ഫലം നമുക്ക് കിട്ടും. ഇല്ല എന്ന് പറയണില്ല. അമ്പലത്തിൽ പോയി തൊഴുതാൽ ഫലമില്ല എന്ന് പറയണില്ല. അതുപോലെ തന്നെ തീർത്ഥങ്ങളിൽ പോയി സ്നാനം ചെയ്താല് അതും ഫലമില്ല എന്ന് പറയണില്ല. പക്ഷേ അതിന്റെയൊക്കെ ഫലം കിട്ടാൻ വളരെ താമസാണ്. നഹ്യന്മയാനി തീർത്ഥാനി നദേവാമൃച്ഛിലാമയ തേ പുനന്തുരുകാലേന ദർശനാദേവ സാധവ. സാധുക്കളെ കണ്ടാ മതി. അവിടെയൊക്കെ കുറെ നാൾ പോയിട്ട് ദർശനം ചെയ്യണം. അമ്പലങ്ങളിൽ പോയി ദർശനം ചെയ്യുകയാണെങ്കിൽ കുറെ നാൾ പോയിട്ട് ദർശനം ചെയ്യണം. തീർത്ഥസ്നാനാണെങ്കിൽ കുറെ തീർത്ഥസ്നാനം ചെയ്യേണ്ടി വരും. അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ സാധുക്കളെ കണ്ടാലോ, സാധുക്കള് ആ തൽക്ഷണം അവര് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കും. മനസ്സിന് പരിശുദ്ധി ഉണ്ടായാലേ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ബുദ്ധിമുട്ട് ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാനാ. അത് വേണമെങ്കിൽ ഈ സജ്ജനങ്ങളെ കാണണം, സജ്ജനങ്ങളായിട്ടുള്ള സംസർഗം ഉണ്ടാവണം. അതാണ് എപ്പോഴും ഭഗവാൻ പറയും, സജ്ജന സംസർഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അവരാണ് നമ്മുടെ മനസ്സിനെ പരിശുദ്ധാക്കാൻ ഏറ്റവും നല്ല വഴി. സജ്ജനങ്ങളോടുള്ള സംസർഗമാണ് എന്ന് പറയുന്നു. അവരൊക്കെ മറ്റേതൊക്കെ ഈ തീർത്ഥങ്ങളിൽ പോയിട്ടുള്ള കുളിയും അമ്പലത്തിൽ പോക്കും അതൊക്കെ വളരെ കാലം കൊണ്ടേ നമ്മുടെ മനസ്സ് പരിശുദ്ധാവുള്ളൂ. മനസ്സ് പരിശുദ്ധായാലേ ഭഗവാന്റെ മഹത്വം അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം നമുക്ക് കിട്ടുകയുള്ളൂ എന്ന്. അതുകൊണ്ട് നിങ്ങളെ കണ്ടത് എനിക്ക് വളരെ സന്തോഷമായി. അതും എല്ലാവരെയും ഒന്നിച്ച് കാണാൻ സാധിച്ചുല്ലോ എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. ഞാൻ ആദ്യേ ഈ കാലിക ഒരു പ്രശ്നം പറയട്ടെ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്താ വിചാരം? ഈ ഭഗവാൻ പറയണു മഹാത്മാക്കളെ കാണണം, അവരുടെ മായെന്ന് വരുന്ന മൊഴികള് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മനസ്സ് പരിശുദ്ധാവാൻ ഇതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട എന്നൊക്കെയാണ് ഭഗവാൻ പറയണേ. ഇപ്പൊ എന്താ എല്ലാവരുടെയും വിചാരം? അമ്പലത്തിന് മാത്രം ഈ ഭഗവാൻ എല്ലാ ദിക്കിലും ഉണ്ട്, എവിടെ ഇരുന്നാലും നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റും എന്നുള്ളതൊന്നും ആർക്കും അങ്ങനെ ഇല്ല. അമ്പലത്തിൽ ദൈവമുണ്ട്, ശരിയാ, എല്ലാവരും സമ്മതിക്കും. അമ്പലത്തിൽ പൂവും തൊഴും. അമ്പലത്തിൽ നിന്ന് പുറത്തു കിടന്നാൽ പിന്നെ നമുക്ക് ദൈവമില്ല. പിന്നെ ആ അമ്പലത്തിൽ മാത്രം, ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ മാത്രം കെട്ടിയിട്ടേക്കണ ഒരു ദൈവത്തിനെ അവിടെ കെട്ടിയിട്ടേക്കാന്ന് തോന്നും ഇവരുടെ വിചാരം കണ്ടാല്. പിന്നെ ഇവര് പുറത്തേക്ക് എന്തൊക്കെ ദുഷ്പ്രവൃത്തികളാണ് ഇവർ ചെയ്യുക എന്നുള്ളതിന് യാതൊരു കണക്കുമില്ല. ആരെയും അസത്യം പറയാനും അവർക്ക് മടിയില്ല,
പൈസയ്ക്ക് വേണ്ടി ഒരാളെ കൊല്ലാനും മടിയില്ല. എല്ലാ വിധത്തിലുള്ള ദുഷ്പ്രവൃത്തികളും ഇവര് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരാണ് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കുളിച്ച് ഒരു ഭസ്മൊക്കെ തൊട്ട് ഒരു മുണ്ടൊക്കെ എടുത്ത് പുതച്ച് അമ്പലത്തിൽ പോയി തൊഴുന്നത്. അമ്പലത്തിൽ പോയി അതുകൊണ്ട് എന്താ കാര്യം? അമ്പലത്തിൽ പോയി തൊഴിലുകൊണ്ട് മാത്രം യാതൊരു കാര്യമില്ല. നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കണം. മനസ്സ് ശുദ്ധീകരിക്കണമെങ്കിൽ ഇങ്ങനെ മഹാത്മാക്കളെ കാണണം. എങ്ങനെയുണ്ടായി? വാൽമീകി മഹർഷിക്ക് എങ്ങനെയുണ്ടായത്?